5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങി. കേരളത്തിലെ ജനങ്ങളെ മലയാളത്തിൽ ആശംസകൾ അറിയിച്ചാണ് ഗവർണറുടെ മടക്കം. ഓരോ വ്യക്തികൾക്കും ഓരോ ചുമതലകളുണ്ട്. ആ ചുമതലകൾ അവരവർ തന്നെ നിർവഹിക്കണം. സനാതന ധർമ്മത്തെ ഗവർണർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. Prakirti yanti bhutani. Each one does according to the disposition on which one is created. This is a Sanatan law. പ്രകൃതിയും യാന്തി ഭൂതാനി ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചത്. ഓരോ വ്യക്തികൾക്കും ഓരോ ചുമതലയുണ്ട്. അത് അവരവർ തന്നെ നിർവഹിക്കണം. അതാണ് സനാതനധർമ്മം. ഇതായിരുന്നു ഗവർണറുടെ ഓർമ്മപ്പെടുത്തൽ. മുൻ ഗവർണർ പി സദാശിവവുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ ഗവർണർ നൽകിയ മറുപടിയായിരുന്നു. Never try to compare two individuals. Everybody will have his own style of functioning. In his own way, we all try to serve, do our duty. സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലെ ചുമതലകളാണ് ഗവർണർ എന്ന നിലയിൽ നിർവഹിച്ചത്. ഈ വിഷയത്തിൽ മാത്രമായിരുന്നു സർക്കാരുമായി തർക്കമുണ്ടായിരുന്നത്. I exercised the authority which has been vested in the governor as chancellor by the state assembly. On any other issue there has been no dispute. എല്ലാ മലയാളികൾക്കും മലയാളത്തിൽ ഗവർണർ ആശംസകൾ അറിയിക്കാനും മറന്നില്ല. ഗവർണറുടെ കാലാവധി തീർന്നു. പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആനെ പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. സർക്കാരിന് അപ്രിയനായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിരുന്നു. ജനം, തിരുവനന്തപുരം.